ഒരു ആർട്ടിസ്റ്റിനെ പറ്റി അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ട്. കല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അത് നോക്കിയിട്ട് കഴിവിനെ രണ്ടിനെയും താരതമ്യപ്പെടുത്തുന്ന തീരെ ശരിയല്ല. അങ്ങനെ എവിടെയും പറയുന്നില്ല, അങ്ങനെ പറയാനും പാടില്ല. വളരെ ഇൻസൾട്ടഡ് ആയി തോന്നുന്നൊരു സന്ദർഭമാണിത്. ഈ ഒരു വിഷയത്തിൽ എല്ലാ തരത്തിലും RLM രാമകൃഷ്ണൻ മാഷോടുള്ള എൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുന്നു. നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടു. ഞങ്ങൾ BA ഭരതനാട്യം സ്റ്റുഡൻസാണ്. അപ്പം ഒരു ആർട്ടിസ്റ്റിനെ പറ്റി അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ആരെയും പറ്റി പറയാൻ പാടില്ല. കല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. അദ്ദേഹം കറുത്ത ആളായതുകൊണ്ട് അല്ലെങ്കിൽ കാക്കയുടെ നിറമുള്ള ആളാണ്, അപ്പോൾ വെളുത്ത ആൾക്കാർക്ക് മാത്രമാണോ കല? അങ്ങനെ എവിടെയും പറയുന്നില്ല, അങ്ങനെ പറയാനും പാടില്ല. എനിക്കിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ പറയാനുള്ളൂ. കറുപ്പ് എന്ന് പറഞ്ഞിട്ട് ആരെയും ബാക്കിലോട്ട് നിർത്തണമൊന്നുമില്ല. കറുപ്പായാലും വെളുപ്പായാലും കല എന്ന് പറയുന്നത് അതൊരു കഴിവാണ്. അത് എവിടെയെങ്കിലും കറുപ്പ് വെളുപ്പ് എന്നുള്ള ഒരു വ്യത്യാസമൊന്നും ഇല്ലാണ്ട് ഒരുപോലെ എല്ലാവരും കാണണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. മോഹിനിയാട്ടം പുരുഷന്മാർക്ക് പറ്റില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. അതിൽ എന്താണ് അഭിപ്രായം? സ്ത്രീകൾക്കാണോ മോഹിനിയാട്ടം പറഞ്ഞിട്ടുള്ളത്? അല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർ തുല്യം തന്നെയാണ്, ഒരുപോലെയുള്ള തന്നെയാണ് മോഹിനിയാട്ടം. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നുമില്ല. പറഞ്ഞത് തെറ്റ് തന്നെയാണ് സാറ്. നമ്മളൊന്നും അങ്ങനെ വേറെ ഒരാളുടെ കളർ കണ്ടിട്ട് ആളെ മനസ്സിലാക്കുക അങ്ങനെ ചെയ്യുക, നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ. കഴിവല്ലേ അത്, ജനിക്കുമ്പോൾ തന്നെ കളർ നോക്കിയിട്ട് കഴിവിനെ രണ്ടിനെയും താരതമ്യപ്പെടുത്തുന്ന തീരെ ശരിയല്ല. അത് കണ്ടപ്പോൾ തന്നെ തോന്നി, ഭയങ്കര തെറ്റായിട്ട് തോന്നി. നിങ്ങൾ ഈ മോഹിനിയാട്ടം എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന്? അല്ല അല്ല അല്ല, അതൊക്കെ ഒരു കലയല്ലേ. കല എല്ലാവർക്കും കൂടിയുള്ള മനുഷ്യന്മാർക്കുള്ളതല്ലേ, എല്ലാവരും ചെയ്യുന്ന വ്യത്യാസം ഇല്ലല്ലോ. അതിന് ആൺപെൺ വ്യത്യാസം എന്തിനാ? കലയാണ്. ടീച്ചറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല? ഞാൻ ടീച്ചറുടെ ആ ഒരു പ്രസ്താവന മോശമാണ്. അങ്ങനെ ഒരു കലാകാരനെ അധിക്ഷേപിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. അവരെ കഴിവാണ് നോക്കേണ്ടത്, നിറത്തിലൊന്നും ഒരു കാര്യമില്ല. ഇല്ല, സൗന്ദര്യമുള്ള പുരുഷന്മാർക്ക് വേണമെങ്കിൽ മോഹിനിയാട്ടം നടത്താം. അങ്ങനെയൊന്നുമില്ല. കഴിവ് തന്നെ നോക്കണം. സൗന്ദര്യം ഉണ്ടെന്ന് എഴുതി കഴിവുണ്ടാവണമെന്നില്ലല്ലോ. ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ആള് RLV രാമകൃഷ്ണനെതിരെ ഒരു പരാമർശം നടത്തിയില്ലോ, അതിലെന്താണ് അതിനകത്ത് പറ്റിയുള്ള അഭിപ്രായം? കലാകാരന് നിറം ഒരു വിഷയമാണോ? ഓക്കെ, ഒരു രാമകൃഷ്ണൻ മാഷിൻ്റെ ഒരു വഴിയിൽ വരുന്ന ഒരു പുതിയ നർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ബ്ലാക്ക് ഡാൻസർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ബ്രാഹ്മണിസ്റ്റായ കുറച്ച് ഐഡിയോളജീസിനോട് കലഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് വളരെ ഇൻസൾട്ടഡായി തോന്നുന്നൊരു സന്ദർഭമാണിത്. രാമകൃഷ്ണ മുന്നേയും കുറച്ച് കാസ്റ്റ് റിലേറ്റഡായ കുറച്ചധികം അപമാനങ്ങളെക്കുറിച്ചും അതുമൂലം സഹിക്കേണ്ടി വന്നിട്ടുള്ള ഇറങ്ങിപ്പോകേണ്ടി വന്ന സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയിൽ വേണം നമ്മളിതിനെ കാണാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ സൗന്ദര്യ സങ്കല്പം, നമ്മുടെ കലയെക്കുറിച്ചിട്ടുള്ള ആലോചന, അതിന് മുന്നേ അതിന് പിറകിലുള്ള ഒരു കാസ്റ്റ്, എക്കണോമിക് അല്ലെങ്കിൽ പലതരം പ്രിവിലേജൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണെന്ന് വിചാരിക്കുന്നു. മാഷിനെല്ലാ ഐക്യദാർഢ്യവും. ഈ രാമകൃഷ്ണൻ മാഷിനെ ഒരു വേണ്ടത്ര ക്വാളിഫിക്കേഷൻസ് ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഈ അദ്ദേഹത്തെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ കലാവൈഭവം, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാമോ? മാഷ് വളരെ എന്താ പറയുക, പ്രയത്നത്തിലൂടെ അക്കാഡമിക്കായും അതല്ലാതെയും പെർഫോമൻസിലൂടെയും ഒക്കെ ഒരു ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുള്ള ഒരാളാണ്. വലിയൊരു കലാകാരനാണ്. അന്നിലേക്ക് മാഷ് അംഗീകരിക്കപ്പെടേണ്ട ഒരാളാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് മുന്നിലുള്ള തെളിവൊന്നും ഇല്ലാതാവുന്നില്ല. മാഷ് PhD വരെ എടുത്ത, ഇപ്പോഴും പഠനത്തെ വളരെ സീരിയസ് ആയി കാണുന്ന, അതിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അഭിപ്രായം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള കാരണം? അറിയില്ല. ഇത് പൊതുവെ അങ്ങനെ ഒരൊറ്റ ഇൻസിഡൻറ്റിലായിട്ട് മാത്രം ഒതുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇത് പല സന്ദർഭങ്ങളിൽ മാഷ് തന്നെ അനുഭവിച്ചതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്കും ഇപ്പോഴും കലാരംഗത്തുള്ള പലതരം നൃത്തത്തെ സംബന്ധിച്ചും ജാതിയെ സംബന്ധിച്ചും ഒക്കെ ഉള്ള പലതരം ആലോചനകളുടെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ടായ കാര്യങ്ങളല്ല. ഇത് കാലാകാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നൃത്തത്തെ സംബന്ധിച്ചും ഇപ്പോഴും കുട്ടികളുടെ മേക്കപ്പിനെ സംബന്ധിച്ചൊക്കെ ഉള്ള കമൻറ്റുകൾ, അങ്ങനെ എന്താ പറയുക, ആ കലയെ സംബന്ധിച്ചുള്ള പൊതുബോധം അങ്ങനെയാണ്, അതിൽ നിന്ന് വരുന്നതായത്. നമ്മൾ ഒരുപാട് വലിയ നവോത്ഥാനത്തിലൂടെ കടന്നു വന്നതാണല്ലോ അവകാശപ്പെടുന്നത്. സത്യത്തിൽ നമ്മൾ നവോത്ഥാനത്തെ കടന്നു വന്നിട്ടുണ്ടോ? നമ്മളുടെ നവോത്ഥാനത്തിനൊന്നും അങ്ങനെ തള്ളിപ്പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഇടയിൽ ഇത്തരം സന്ദർഭങ്ങളുണ്ട്. അത് നമ്മൾ എത്രത്തോളം ജാതിയിൽ നിന്ന് വിമുക്തമായിട്ടുണ്ടെന്നും നമ്മൾ എത്രത്തോളം ലിംഗപരതയിൽ നിന്ന്, ജെൻഡർ ബയാസിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ആർജിച്ച ധാരാളം
മാനവിക മൂല്യങ്ങളൊക്കെ കൂടെ പിടിക്കുകയും അത് എക്സ്റ്റെൻഡ് ചെയ്യാനും നമുക്ക് പറ്റണം. അല്ലാതെ നവോത്ഥാനത്തെ വെറുതെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. പക്ഷെ നവോത്ഥാനത്തെ നമ്മൾ പുതുക്കുകയും നമ്മൾ അവിടെ തന്നെ സ്റ്റക്കാവാതെ മുന്നോട്ട് പോകാനും പറ്റണം. വിഷ്ണു സത്യഭാമ ടീച്ചർ നടത്തിയിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ, ഒരു മനുഷ്യന് കലാകാരനാവാൻ നിറമൊരു വിഷയമാണോ? എന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? ഈ സത്യത്തിൽ ഇതൊരു ചെറിയ പറച്ചലിൽ ഒതുങ്ങുന്നതല്ല. കാരണം കാലാകാലമായിട്ട് ഇവിടുത്തെ നൃത്തവേദീനെയും സംഗീതവേദീനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഇത്തരം ചില സങ്കല്പനങ്ങളാണ്. ഇന്നലെ ഇങ്ങനെ സമാനമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം TM കൃഷ്ണയ്ക്ക് മദ്രാസ് മ്യൂസിക് അക്കാദമി അവാർഡ് കൊടുത്തതിൻ്റെ പേരിൽ രഞ്ജിനി ഗായത്രി എന്ന് പോലുള്ള ഇത്രയും കാലം കർണാട്ടിക് മ്യൂസിക്കിൽ പ്രമുഖരാണെന്ന് പറഞ്ഞ് ആഘോഷിക്കപ്പെട്ട മ്യൂസിഷ്യൻസ് അവർ ഇനി മുതൽ മദ്രാസ് അക്കാദമിയുടെ മ്യൂസിക് പരിപാടികളിൽ പങ്കെടുക്കില്ല, ഈ വർഷത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അവരുപയോഗിച്ചൊരു പ്രയോഗം എന്താണെന്ന് വെച്ചാൽ TM കൃഷ്ണ ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് ഒരു ബ്രാഹ്മണിക്കൽ ജീനോസൈഡ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബ്രാഹ്മണിക്കൽ മൂല്യബോധം തന്നെയാണ് സത്യഭാമ ടീച്ചറിലും പ്രവർത്തിക്കുന്നത്. ഇവിടെ നൃത്തം ചെയ്യാൻ അവകാശമുള്ളത് ഈ ബ്രാഹ്മണ ശരീരങ്ങൾക്കും ബ്രാഹ്മണ മൂല്യബോധത്തിനും ആ നിലയ്ക്കുള്ള കുടുംബ പാരമ്പര്യത്തിനും മാത്രമാണെന്നുള്ളതിലാണ് ടീച്ചർ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ടീച്ചറുടെ ചിന്തയിലില്ലാത്ത നിറങ്ങൾ ശരീരപ്രകൃതം ഉള്ളവരൊക്കെ നൃത്തം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇത്രയധികം അരഗൻ്റായിട്ട് മാറുന്നത്. പൊതുവെ ഇവിടുത്തെ നൃത്തവേദി നിലനിൽക്കുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാന രൂപം തന്നെ ഇവിടുത്തെ കൊളോണിയൽ പീരീഡിൽ ഇവിടുത്തെ സാധാരണക്കാരായ ബഹുജനായ മനുഷ്യന്മാരെ അവരുടെ നൃത്തം എന്ന് പറയുന്നത് ഇറോട്ടിക്കാണെന്ന് പറഞ്ഞ് അവരെ ആ വേദിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അത് വളരെ ബ്രാഹ്മണിക്കലായ സ്റ്റാൻഡേർഡൈസേഷന് വിധേയമാക്കപ്പെടുകയും ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഉയർന്നു വന്ന കൾട്ടുകളായ രുക്മിണി ദേവി അരുണ്ടേലോ അല്ലെങ്കിൽ വെമ്പട്ടിയുടെ ഒക്കെ നിന്ന് തുടങ്ങുന്ന ഒരു നൃത്ത സങ്കല്പനം, നൃത്ത ആലോചനകളാണ് ഇവിടുത്തെ നൃത്തവേദി പൊതുവെ പിന്തുടർന്ന് വരുന്നത്. അതിൻ്റെയൊക്കെ പ്രശ്നമായിട്ട് അങ്ങനെ ഈ ഒരു പ്രശ്നം ഇതിലൊതുങ്ങാത്ത വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടും ആ നിലയ്ക്കുള്ള വിമർശനങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് വിമർശനം ഉന്നയിക്കുമ്പോൾ ചില ആളുകൾ ഒരു കാലത്ത് ഇവിടെ മോഹിനിയാട്ടത്തിൽ ചന്ദനവും ഏശലും ഒക്കെ ആയിരുന്നു ഉപയോഗിച്ച് പോകുന്നത്. അതൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പുരോഗമന മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അതുവരെ ഒരു ബ്രാഹ്മണിക്കൽ മൂല്യബോധത്തിന് കോപ്പ് കൂട്ടുന്ന സാധനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു വിഷയത്തിൽ എല്ലാ തരത്തിലും RLM രാമകൃഷ്ണൻ മാഷോടുള്ള എൻ്റെ ഐക്യദാർഢ്യം അറിയിക്കുന്നു. ഈ ടീച്ചർ പറഞ്ഞ ഈ സംഭവത്തിന് സോഷ്യൽ മീഡിയ അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു സംസാരിക്കുന്നത്, എന്നാൽ യഥാർത്ഥത്തിൽ അവരെ അങ്ങനെ ആക്ഷേപിക്കുകയാണോ അല്ലെങ്കിൽ അവരുടെ ആശയത്തോട് സമരം ചെയ്യുകയാണോ വേണ്ടത്? എന്താണ് വേണ്ടത്? പൊതുവേ ഇവിടുത്തെ ഒരു മാസമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളുടെ കൈകാര്യം ചെയ്യലിൻ്റെ ഒരു വലിയ പ്രശ്നമാണിത്. നമുക്ക് RLM മാഷിയുടെ ഈ വിഷയത്തിൽ മാഷോട് തന്നെയാണ് ഐക്യദാർഢ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ വളരെ അക്കാദമിക്കായിട്ട് വിമർശനം ഉന്നയിക്കുമ്പോഴും അതിൻ്റെ വിമർശനത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഉന്നയിക്കാതെ അത് പറഞ്ഞ ആളെയും കൂടി പല നിലയ്ക്കുള്ള ഷെയ്മിങ് നടത്തിയിട്ട് കാര്യമില്ല. ഇതിപ്പം അങ്ങനത്തെ ഒരു ഷെയ്മിങ് നടത്തി വെച്ചാൽ ഫലത്തിൽ ഇതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവാതെയാണ് പോകുന്നത്. അങ്ങനത്തെ ഷെയ്മിങ് അങ്ങനെ നിമിഷ നേരത്തേക്കുള്ള ഷെയ്മിങ് നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഈ സ്റ്റാൻഡേർഡൈസേഷൻ ടൈമിലൊക്കെയുള്ള ബ്രാഹ്മണിക്കൽ ബിംബങ്ങളൊന്നും ഒടിയാതെ തന്നെ നിൽക്കുന്നത്. അപ്പം ഇത് ഒരു വളരെ ചെറിയ നേരത്തേക്കുള്ള വിമർശനം, അതും പരസ്പരമുള്ള ചീത്ത പറയൽ, അല്ലെങ്കിൽ ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സത്യഭാമ ടീച്ചർ ഇനി മുതൽ ലൈംഗികമായിട്ടോ സ്ത്രീ എന്നുള്ള നിലയ്ക്കൊക്കെ ആക്ഷേപിക്കാതെ അതൊരു അതിൻ്റെ ഇഷ്യൂവിനെ മാന്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായ പ്രോസസ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ കലാമണ്ഡലം ഇതിനോട് എന്ത് ചെയ്തു, കലാക്ഷേത്രം എന്ത് ചെയ്തു, വെമ്പട്ടി എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും ആ നിലയ്ക്കുള്ളൊരു ഡിസ്കസിങ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് സോക്കോൾഡ് ജാതിയുടെ മതത്തിൻ്റെ വിഷയത്തിനപ്പുറം ഇതൊരു വർണ്ണവെറിയ ആയിട്ടല്ലേ ചോദിക്കുന്നത്. അതായത് സവർണനാണെങ്കിലും കറുത്ത ആളിന് ഡാൻസ് കളിക്കാൻ പറ്റില്ലെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. കറുത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അത് വർണ്ണവെറിയാണ്. അതല്ല പറഞ്ഞത്, സവർണനാണെങ്കിലും കറുത്തൊരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കലാമണ്ഡലത്തിൽ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവിടുന്ന് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ ഇതേപോലെ ഇൻജെക്റ്റ് ചെയ്യുന്നത് ഇമാതിരി കൊടും വിഷമാണ്. അപ്പോൾ ആ ഒരു കാലങ്ങളായിട്ടുള്ള ഒരു സാധനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കലാമണ്ഡലം ഗോപി ആശാൻ്റെ വാക്കുകൾ കണ്ടില്ലേ, ആ ഗോപിയല്ലേ ഈ ഗോപി എന്ന് പറഞ്ഞത്. അപ്പോൾ അതേപോലത്തെ മനുഷ്യന്മാരും ഇതിനിടയിൽ
പോരാട്ടങ്ങൾ നടത്തുന്ന ചില മനുഷ്യന്മാരുണ്ട്. തീർച്ചയായിട്ടും അതൊരു ശരീരം, നിറം എന്നുള്ളൊരു അടിസ്ഥാനത്തിലേക്ക് നമുക്ക് ഇതിനൊക്കെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ ഒരു 100-200 നൂറ്റാണ്ട് പിന്നോട്ട് പോയ പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു നിലപാടായിട്ട് തോന്നുന്നില്ല.